കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ അജ്മലിനെയും അതുപോലെ ഡോക്ടർ ശ്രീകുട്ടിയെയും പിന്തുടർന്ന് എത്തിയവർ പിടികൂടിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. വാഹനം തടഞ്ഞു നിർത്തിയത് പിന്തുടർന്ന് എത്തിയ ആളുകളാണ്. ബൈക്കിലെത്തിയ ആളുകൾ അജ്മലിനെ മർദ്ദിച്ചുവെന്നും വാർത്തയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ദൃശ്യം ഇപ്പോൾ തന്നെ കാണിച്ചിരിക്കുകയാണ്. ഈ കാറ് തടഞ്ഞു നിർത്തിയത് നാട്ടുകാരാണ്. അതിൽ ബൈക്കിലെത്തിയ ചില ആളുകൾ മർദ്ദിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അമിത വേഗത്തിൽ വന്ന വണ്ടി ഈ യുവയാത്രിയെ ഇടിക്കുകയായിരുന്നു. ടൂ വീലർ വന്ന യാത്രിയെ ഇടിച്ച് തെറിപ്പിച്ച് വണ്ടിക്ക് അടിയിൽ പെട്ടുപോയ അവരെ രക്ഷപ്പെടുത്തണം, വണ്ടി എടുക്കരുത് എന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ടും മദ്യലഹരിയിലായിരുന്ന അജ്മൽ വണ്ടി മുന്നോട്ടെടുക്കുകയും അവരുടെ മുകളിൽ കൂടി കാറ് കയറി ഇറങ്ങുകയും ചെയ്തവർ തൽക്ഷണം മരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് പോലീസ് ഇവരെ രണ്ടുപേരെയും കാറിലുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടി വലിയത്ത് ആശുപത്രിയിലെ സേവനമനുഷ്ഠിച്ച ഡോക്ടർ ശ്രീകുട്ടിയെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അരുൺ രാജ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ഈ സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. പറയൂ അരുൺ രാജ്. ഈ ശ്രീകുട്ടിയും അജ്മലും ഈ അപകടശേഷം കടന്നു വന്ന വഴിയാണിത്. ഈ വഴിയിൽ കടന്നു വരികയും ഉണ്ടായിരുന്നത് എന്നുകൂടി വാർത്ത വന്നിരുന്നു. എന്തൊക്കെയാണ് അരുൺ രാജ് വിവരങ്ങൾ? ഈ കരുനാഗപ്പള്ളി ഭാഗത്തേക്കാണ് ഇവർ വാഹനവുമായി എത്തിയത് അപകടത്തിന് ശേഷം. അതിനുശേഷം ഇവിടെ വെച്ചാണ്, ഈ റോഡിന്റെ ഈ ഭാഗത്ത് വെച്ചാണ് ഇവരുടെ കാറിനെ ഈ പിന്തുടർന്നെത്തിയ ബൈക്കിലെത്തിയവർ ക്രോസ് ചെയ്ത് പിടിക്കുന്നത്. ഈ ക്രോസ് ചെയ്ത് പിടിച്ചതിനു ശേഷം അതിക്രൂരമായ മർദ്ദനം അജ്മലിന് നേരെ പ്രതികളുടെ ഈ വന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. പക്ഷേ ഈ മർദ്ദിക്കുമ്പോഴും അജ്മൽ ഈ മർദ്ദിക്കുന്നവരെ പേരെടുത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. അവരുമായി കൃത്യമായി സൗഹൃദമുള്ളതുപോലെയാണ് അവരുമായി സംസാരിച്ചത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഓരോരുത്തരെയും പേരെടുത്താണ് അജ്മൽ വിളിച്ചത്. തന്നെ മർദ്ദിക്കരുത്, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ എന്നടക്കം ഈ മർദ്ദിച്ചവരോട് അജ്മൽ പറയുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ അജ്മൽ ഈ വീട്ടിലേക്കാണ്, ഇത് പ്രദീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീടാണ്, ഇവിടേക്കാണ് ഈ അജ്മൽ നടന്നു കയറുന്നത്. ആദ്യം അജ്മലാണ് ഇവിടേക്ക് എത്തിയത്. അജ്മൽ എത്തുന്ന സമയത്ത് ഈ പ്രദീപ് ഈ വീടിന്റെ മുൻവശത്തുണ്ടായിരുന്നു, മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. പിന്നീട് അജ്മൽ ഇവിടേക്കാണ് ആദ്യം എത്തുന്നത്. എന്തായിരുന്നു സംഭവം? അജ്മലിനെ റോഡിലിട്ട് കൈകാര്യം ചെയ്തതിനു ശേഷം വീട്ടിലോട്ട് വളരെ കൂളായിട്ടാണ് വന്ന് കയറുന്ന സമയത്ത് എന്റെ വീടിന്റെ മുറ്റത്ത് വൈഫ് വിളക്കത്തിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പൊ എന്താ കയറുന്നത് ചോദിച്ചപ്പോൾ അല്ല ഒരു കാര്യം പറയാനെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്ന് അവിടെ നിന്നു. അതിന് സ്റ്റെപ്പ് വെക്കാൻ നേരം പറഞ്ഞ് അവിടെ നിൽക്കാൻ പറഞ്ഞു, അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞു, ഇറങ്ങാൻ പറഞ്ഞു. അപ്പോഴത്തെ കൈ തട്ടി മാറ്റി, വൈഫിന്റെ കൈ തട്ടി മാറ്റിയാണ് വീട്ടിലോട്ട് അതിക്രമിച്ച് കയറി വീട്ടിലെ പല ഉപകരണങ്ങളും തട്ടിയാണ് അകത്തോട്ട് കയറുന്നത്. അകത്തോട്ട് കയറി പ്രായമുള്ള അമ്മ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ അമ്മയും തള്ളിയിട്ടാണ് അകത്ത് ഒരു ബെഡ്റൂമിനകത്ത് കയറി കഴിയുമ്പോൾ പരിചയമില്ലാത്ത ആളാണ് ഇത്ര സ്വാതന്ത്ര്യത്തോടെ കയറി അകത്ത് പോവുകയും ഈ ഓരോ റൂമിലേക്ക് കയറി ചെല്ലുകയും ചെയ്തു. അതെ നമുക്ക് ആളിനെ കുറിച്ച് യാതൊരു അറിവില്ല, ഇവിടെയുള്ള ആരാണെന്നോ ഒരു അറിവില്ല. അങ്ങനെ വന്ന് കയറി മോന്മാർ രണ്ടുപേരും കിടക്കുന്ന റൂമിലുണ്ട്. അതിനകത്ത് വന്ന് ഭയങ്കര അട്ടഹസിച്ച് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവന്മാര് വളരെ ഞെട്ടി ഉണന്നപ്പോൾ ഒന്നും അറിയാത്ത അവന്മാര് പേടിച്ചുപോയി, അന്തം വിട്ടുപോയി. ഒരാൾ അറിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം മുറ്റത്തോട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 100-150 ആൾക്കാർ മുറ്റത്ത് നിൽക്കുന്നു. എന്നിട്ട് അവനെ ഇറക്കി വിടല്ലേ, നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് പറയാം. അങ്ങനെ ഒരു സീനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പ്രക്ഷുബ്ധമായ രംഗമാണ് നമ്മുടെ വീട്ടിലെ ഒരു തിരുവോണത്തിന്റെ അരങ്ങേറിയത്. ശേഷം ഈ പുറത്തെ പിൻവശത്തെ വാതിലൂടെയാണ് അജ്മൽ രക്ഷപ്പെട്ടത്. അവനെ ഞാൻ പുറത്തോട്ടിറങ്ങാൻ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് വന്നില്ല. വീണ്ടും അകത്തോട്ട് പോയി അടുക്കള വാതിൽ അവൻ തുറന്ന് നേരെ പുറത്തോട്ടിറങ്ങി. ബാത്റൂമിനകത്ത് പാത്രം കയറുമ്പോൾ നീ ഇവിടെ ഇരിക്കണ്ട, നീ പുറത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ അവൻ പുറത്ത് മതിലിയാടി പോയി. ഇതിനുശേഷമാണ് ശ്രീകുട്ടി ഡോക്ടർ അകത്തേക്ക് വരുന്നത്. അതിന് തൊട്ട് ശേഷമാണ് ശ്രീകുട്ടി എന്ന് പറഞ്ഞ ഡോക്ടർ ശ്രീകുട്ടി എന്ന് പറഞ്ഞ അകത്തോട്ട് കയറിയപ്പോൾ ഇതുപോലെ തന്നെ വൈഫ് പറഞ്ഞു, നീ എന്താ ഇങ്ങോട്ട് വരുന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും അവർ അകത്തോട്ട് ഇനി കയറുവാണ്. ഡോക്ടറാണെന്ന് പരിചയപ്പെടുത്തിയിരുന്നു. അകത്ത് കയറി കുറച്ചേരം കഴിഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഡോക്ടർ ആയാലും എന്താ, നീ എന്തോ കാണിച്ചു, എന്തോ കുറ്റമാണെന്ന് വൈഫ് ചോദിച്ചു. അന്നേരം ഇവരെ ഉപദ്രവിക്കാനായിട്ട് വീടിന്റെ ചുറ്റും ആൾക്കാർ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയല്ലേ അവിടെ നിന്നോട്ടെ, അവരെ പുറത്തു വിടാതെ ഞങ്ങൾ നോക്കിക്കോളാം, പോലീസ് വന്നിട്ട് അവരെ കയറ്റി വിടാന്ന് പറഞ്ഞ് വീട്ടിലെ എന്റെ വൈഫ് അവിടെ സംരക്ഷിച്ച് അവിടെ നിർത്തി. സംരക്ഷിച്ച് പറയാൻ അവരെ ഉപദ്രവിക്കാതെ അവിടെ നിർത്തി. പോലീസ് വന്നതിന് ശേഷം എന്റെ സുഹൃത്തായ മുരളിയും അദ്ദേഹത്തിന്റെ വൈഫുടെ കാറിനകത്ത് കയറ്റിയാണ് ഇവരെ വളരെ സുരക്ഷിതമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഈ സംഭവം നടക്കുമ്പോൾ ഈ വാഹനം വരുമ്പോൾ ചേട്ടനോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് റോഡ് സൈഡ്? അതെ, കണ്ടോണ്ടിരിക്കുക. നേരെ വേഗത്തിലാണോ വരുന്നത്? വണ്ടി നല്ല സ്പീഡിൽ വരുന്നത്. അതിന്റെ കൂടെ കുറെ ബൈക്കുകൾ വരുക. ഒരു ബൈക്ക് കൊണ്ടുവന്നില്ല, അവിടെ വട്ടം വെച്ചു കൊടുക്കുക. ഈ പയ്യന്റെ വണ്ടി അവിടെ ചവിട്ടി നിർത്തുന്നതല്ലാതെ ഇടിച്ചു നിൽക്കുമല്ല, മതിലേൽ ഇടിച്ചാ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആ തിരക്ക് കണ്ടുകൊണ്ട് അടുത്ത വീടാ ഞാൻ അവിടെ ഓടി വരുന്ന സമയത്ത് ഈ ഡോക്ടറെന്ന് അറിയുന്ന ഞങ്ങള് പിന്നീടാ. ഇവർ രണ്ടുപേരും കൂടെ ഈ വണ്ടിക്കകത്ത് ഇരിക്കുകയും ബൈക്കിൽ വന്നൊരു ഡോറ് പിടിച്ച് തുറന്നിട്ട് ഈ പയ്യനെ അടിക്കുക. അവരടിക്കുന്ന കണ്ടുകൊണ്ട് ഇത് എന്താ സംഭവം എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ അയലത്തുകാരെല്ലാം അവിടെ ഓടി വന്നേച്ച് എന്താ സംഭവം എന്ന് തിരക്കുമ്പോഴാ
ഇവര് ഏതോ അപകടം ഉണ്ടായിട്ട് വരുന്നതാന്ന് പറയുന്നത്. ഉടനെ വരുന്നവരും പോകുന്നവരും എല്ലാം പുള്ളിയായിട്ട് അടിയിടുക. അവർ രണ്ടുപേരും കൂടെ വളരെ അടിക്കുന്നവരുടെ എല്ലാം പേരെടുത്ത് വിളിച്ചാണോ അജ്മൽ സംസാരിച്ചത്? ഈ പിന്നെ ഓരോരുത്തരും ചെന്ന് അടിക്കുമ്പോൾ ഈ അജ്മൽ എന്ന് പറയുന്ന പ്രതി ഈ പിന്നെ പേര് ചോദിച്ച എന്നെ അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡോക്ടറോട് പറയുന്നത് ഒന്നും മിണ്ടണ്ട, അവൻ എന്നെ അറിയാവുന്നവൻ, എന്റെ സുഹൃത്താണെന്നും പറഞ്ഞാ പ്രതികരിക്കുന്നത്. അത് മാത്രമല്ല, ഈ പയ്യൻ വളരെ കൂളായിട്ടാണ് നടന്ന് അവർ 10-40 പേര് അവിടെ നിൽക്കുമ്പോൾ ഈ സ്ത്രീയുമായിട്ട് ഓടി ഈ വീട്ടിലോട്ട് നടന്നാ കയറിയുന്നത്. അപ്പോൾ ഈ ടീച്ചറുടെ വൈഫ് ടീച്ചർ പറയുന്നത് ഇവനെ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഒരു പെണ്ണല്ലയോ, അങ്ങനെ ഓടി ഇതിനകത്ത് കയറി അവരൊരു അഭയം കൊടുത്തതാ, അല്ലാതെ അവര് ഒന്നും ഉപദ്രവിക്കുകയോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല. വയലന്റായി നിൽക്കുന്ന ഒരു മോബിൽ നിന്നാണ് ഇവർ രക്ഷപ്പെടാനായി ഒരു താൽക്കാലിക ആശ്വാസമായി ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ വെച്ച് ശ്രീകുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ച ശേഷം അജ്മൽ കടന്നു കളയുകയായിരുന്നു. അജ്മലിനെ പിന്നീട് പോലീസ് ഇന്നലെ പുലർച്ചെയോടെയാണ് പിടിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന്റെ ഞെട്ടലിലാണ് ഈ വീട്ടുകാരും ഈ സമീപ പ്രദേശത്ത് ഉള്ളവരുമെല്ലാം. കാരണം ഇത്തരമൊരു സംഭവം ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ്. ഈ വീട്ടിന്റെ മുമ്പിൽ വെച്ച് ഇത്തരം സംഭവം ഉണ്ടായതിന്റെ ഞെട്ടലാണ് ഈ വീട്ടുകാർക്കുമുള്ളത്. ദൃശ്യങ്ങൾ കാണാം. അജ്മലിനെ പുറത്തിട്ട് ഈ ബൈക്കിലെത്തിയവർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ അതിനകത്ത് വ്യക്തമായി കാണാൻ കഴിയും. അജ്മലിന് നല്ല രീതിയിൽ മർദ്ദനമേറ്റു. അജ്മലിന്റെ മൊഴി ശരിയാണ്. പക്ഷേ ഈ പറയുന്ന ഈ ഭാഗത്തേക്ക് ഇവിടെ വെച്ചാണ് അജ്മൽ രക്ഷപ്പെടാൻ ആദ്യം ശ്രമം നടക്കുന്നത്. ശ്രീകുട്ടി ഇവിടെ നിന്നാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. അരുൺ രാജ്, ഈ പ്രദീപിന്റെ എന്ന് പറയുന്ന ആളിന്റെ വീട്ടിലേക്ക് ഇയാൾ ഓടിക്കയറാനുള്ള കാര്യം എന്താണ്? ഈ കാരണം തൊട്ടടുത്തുള്ള വീട് അതാണോ അതോ ഈ വീട് ഇയാൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? അറിയില്ല, നേരത്തെ അറിയുന്ന വീടായിരുന്നില്ല. റോഡിൽ വാഹനം നിർത്തുന്നു, അവിടെ വെച്ച് ഈ മർദ്ദനം ഉണ്ടാകുന്നു. തൊട്ട് പിന്നാലെ ഈ മർദ്ദനം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഈ ഗേറ്റ് ഓപ്പണായി കിടന്നതാണ്. അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് ഈ കയറാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെയാണ് ഈ പ്രദീപ്, ആദ്യഘട്ടത്തിൽ പ്രദീപിന്റെ ഭാര്യയാണ് വീട്ടിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അവരെ അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഈ എതിർക്കുന്ന സമയത്താണ് ഈ പ്രശ്നം ആദ്യം തുടങ്ങുന്നത്. ഈ കൈ തട്ടിമാറ്റി അജ്മൽ ആദ്യം അകത്തേക്ക് കയറുന്നു. അതുവഴിയാണ് പിന്നീട് അടുക്കള വാതിൽ വഴി പിൻവശത്തെ മതിൽ ചാടിക്കിടന്നാണ് അജ്മൽ രക്ഷപ്പെടുന്നത്. പിന്നാലെ ശ്രീകുട്ടിയും ഈ ഡോക്ടർ ശ്രീകുട്ടിയും ഇതേ വഴിയിലൂടെ എത്തി. പക്ഷേ ഒരു സ്ത്രീ എന്ന പരിഗണനയാണ് ഈ വീട്ടുകാർ അക്കട്ടത്തിൽ നൽകിയത്. കാരണം ഈ പുറത്ത് നിന്ന് എത്തിയവർ അല്ലെങ്കിൽ ഈ സമീപവാസികൾ ആയിരുന്നില്ല അജ്മലിനെ മർദ്ദിച്ചതും അജ്മലിനെ പിന്തുടർന്നെത്തിയതും ഈ ഭാഗത്ത് ഈ മൈനാഗപ്പള്ളി ഭാഗത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആൾക്കാരുടെ മുമ്പിലേക്ക് പെൺകുട്ടിയെ ഇറക്കിവിടാതിരിക്കാനുള്ള ആ സ്ത്രീയെ ഇറക്കിവിടാതിരിക്കാനുള്ള മര്യാദയാണ് വീട്ടുകാർ കാണിച്ചത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു പരിചയവുമില്ലാത്തൊരു വീട്ടിൽ ഒരു രക്ഷ എന്ന രീതിയിലാണ് അവർ ഉള്ളിലേക്ക് കടന്നു വന്നത് എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ ഈ ഘട്ടത്തിൽ പോലീസ് ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു. ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടോ എന്നുള്ള കാര്യം പ്രദീപുമായി ഇന്നലെ പോലീസ് സംസാരിച്ചിരുന്നു. വിഷയത്തിൽ പരാതി നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ പ്രദീപും എടുത്തിരിക്കുന്നത്. കാരണം അജ്മൽ ഈ മർദ്ദനമേറ്റുന്ന പരാതി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞ സാഹചര്യത്തിൽ ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയതുമായി ബന്ധപ്പെട്ട പരാതി നൽകാനാണ് നിലവിൽ പ്രദീപിന്റെയും തീരുമാനം. രാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന് മുഹമ്മദ് യാസിർ KK ചെയ്യുന്നു. കൊലയാളിയുടെ മുഖം രക്ഷിക്കാനാണോ 24 നിൽക്കുന്നത്? നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ അരുൺ രാജാണ് 24-ലൂടെ ആദ്യമായിട്ട് ഈ വാർത്ത പുറത്തുവിടുന്നത്. ഇത്തരം ആളുകളെ ഒരിക്കലും നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവർ ഈ നാടിൻ്റെ ഒരു ശാപമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം മനുഷ്യജീവന് വില നൽകും എന്ന് ഓത്തൊക്കെ എടുത്ത് സത്യപ്രതിജ്ഞയൊക്കെ ചൊല്ലി MBBS പാസ്സായ ഒരു ഡോക്ടർ ഒരു ഡോക്ടർ അതായത് വണ്ടി മുന്നോട്ട് എടുത്തോളാൻ, വണ്ടിക്കടിയിലൊരു സ്ത്രീ കിടക്കുന്നുണ്ട്, ആ സ്ത്രീയുടെ മുകളിലൂടെ വണ്ടി കയറ്റിക്കൊള്ളാൻ പറഞ്ഞു എന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രേക്ഷകർ അറിയുന്ന പോലെ ഇയാളെ മർദ്ദിക്കുന്ന രംഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അത് ഈ അക്രമം നടത്തുന്നതും അക്രമത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങൾ കേബിൾ റെഗുലേഷൻ ആക്ട് പ്രകാരം പരസ്യപ്പെടുന്നത് ശരിയല്ല എന്നുകൊണ്ടാണ് നമ്മൾ അതൊരു ബ്ലർ ചെയ്ത് നമ്മൾ കാണിച്ചത്. അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്ന്. എന്തായാലും നാടിനെ ഞെട്ടിച്ച ഒരു സംഭവമാണ്.